മനുഷ്യന് എന്താണ് നാളെ സംഭവിക്കണമെന്ന് അറിയില്ല. ഈ പാവമൊക്കെ ഇവരെവിടെ കൊണ്ടുവയ്ക്കും? ഇത്രയും വലിയ കലാകാരന്മാരെ ഒരു എന്താ പറയുക, ഞാൻ അത്ര ഇമോഷണൽ ആവുന്നതല്ല, ഒരു ഗാന്ധി ഭവൻ അല്ലെങ്കിൽ അനാഥാലയത്തിൽ മരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ലാലേട്ടൻ്റെ ഒക്കെ വലിയൊരു സ്വപ്നമാണ്. ഞങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന ഗവൺമെൻറ് നമുക്ക് സ്ഥലം എന്ന് തരാൻ പറഞ്ഞിട്ട് പോലും അതിന് മുൻകൈ എടുക്കാൻ ഇവർ വരുമ്പോഴെങ്കിലും അത് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾക്കൊരു അമ്മ എന്നൊരു വീട് വരുമ്പോൾ ആരുമില്ലാത്തവർക്ക് അല്ലെങ്കിൽ മക്കൾ നോക്കാനില്ലാത്ത കലാകാരന്മാർക്ക് ഒരു വീട് ഞങ്ങളുടെ സ്വപ്നമാണ്. ഞാൻ ഇത്ര ഇമോഷണൽ ആവുന്ന ഒരാളല്ല, കാരണം പലവരുടെയും കണ്ണുനീര് കാണുകയാണ്. പക്ഷെ അവരൊക്കെ നിസ്സഹാവസ്ഥയാണ്. അവർക്കൊന്നും ഇവരുടെ അടുത്ത് പോരാടാനുള്ളൊരു കരുത്തില്ല. അവർക്ക് അവരുടെ ഫാമിലി സമ്മതിക്കില്ല, മക്കൾ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് നിന്ന് എന്ത് ചെയ്യാൻ? ഇത് ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ നിന്ന് നന്നായി ചരട് വലിക്കുന്നുണ്ട്. നടി മായ വിശ്വനാഥ് സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. അൻസിബയുടെ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ ഉണ്ടായ കോലാഹലങ്ങൾ, ഇതിങ്ങനെ ഓരോ ദിവസവും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. എന്താണ് ചേച്ചിയുടെ ഒരു സ്റ്റാൻഡ്? എങ്ങനെ നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയും? കാരണം അൻസിബയുടെ പ്രശ്നം ഇതകത്ത് നിന്ന് തീർക്കേണ്ടതായിരുന്നു. ശരിക്കും അവിടെ ഇന്നസെൻ്റ് അങ്കിളാണ് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ, ഇടവേള ബാബു എന്ന് പറഞ്ഞ ഇടവേള ബാബു ചേട്ടൻ സെക്രട്ടറി ആയിരുന്നെങ്കിൽ അൻസിബയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം അവർ എത്രയോ വർഷങ്ങളായിട്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്ത് അവരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവിടെ നിന്ന് ഒരു കമ്മിറ്റിയിൽ ഒരു അംഗം പോലും, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും, നമുക്ക് സ്ത്രീ പുരുഷനെന്നില്ല, എല്ലായിടത്തും വ്യക്തികളാണ്. ഒരു വ്യക്തിയെ ഇതേപോലെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരം അവിടെ ഉണ്ടാവില്ലായിരുന്നു. അഥവാ ഉണ്ടായാൽ തന്നെ അത് പറഞ്ഞ് തീർത്ത് രണ്ടുപേരെയും കൈ കൊടുത്ത് തിരുത്തേണ്ട ആളെ തിരുത്തി പോവുമായിരുന്നു. അപ്പോൾ അൻസിബ അത് വളരെ സങ്കടത്തോടെ പ്രസിഡൻറ്റോടെ, കാരണം ഈ പ്രസിഡൻറ്റ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണ്, ശരിയാണ്, കുറച്ച് ലേഡീസ് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ലേഡീസിനെ കൊണ്ട് അവിടെ ഇരുത്തിയതാണ്. പക്ഷെ അവർ വന്ന് ഇരുന്നപ്പോൾ തൊട്ട് സ്ത്രീകൾക്ക് സപ്പോർട്ട് തരുന്നില്ല, സ്ത്രീകൾക്കൊട്ടും സപ്പോർട്ട് തരുന്നില്ല. സ്ത്രീകൾക്ക് സപ്പോർട്ട് തരാതെ ഈ അശ്ലീലം പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന രണ്ട് വ്യക്തികളെ ചേർത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പം അൻസിബ എത്ര പ്രാവശ്യമാണ് അവിടെ മെയിൽ അയച്ചതും കംപ്ലൈൻറ്റ് പറഞ്ഞതും സങ്കടത്തോടെ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ പുറത്തോട്ട് പോണത്. അങ്ങനെയാണ് അൻസിബ പുറത്തോട്ട് പോയത്. ഒരു പെൺകുട്ടിയെ, അതും വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, കുടുംബത്തെ നോക്കുന്നൊരു കുട്ടി, അത് വലിയ അവരവർക്ക് ആ വേദന വരുമ്പോഴേ അതെന്തും മനസ്സിലാവുള്ളൂ. ചില സ്ത്രീകളും ചിലവരൊക്കെ ഇരുന്നിട്ട് അൻസിബയെ വളരെ മോശമായിട്ട് പറയണം. അവരുടെ വീട്ടിലും പെൺമക്കളുണ്ട്, അവരുടെ മക്കൾക്കോ അവർക്കോ ആ വേദന വരെങ്കിൽ മാത്രമേ അനുഭവിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. കാരണം അൻസിബ എത്രത്തോളം വേദനിച്ചു എന്ന് ഞങ്ങൾക്ക് പലർക്കും അറിയാം, അതിൻ്റെ അകത്തുള്ള ഭൂരിഭാഗം പേർക്കും അറിയാം. പക്ഷെ എന്തിനാണ് ആ കുട്ടി, സൊസൈറ്റി മുഴുവൻ ആ കുട്ടിയുടെ കൂടെയാണ്. പക്ഷെ അമ്മ സംഘടനയിൽ ഏറെ പേർ ആ കുട്ടി, വനിതകൾ തന്നെ സാരഥ്യം വഹിക്കുന്ന ഒരു കമ്മിറ്റിയിൽ, ഒരു ഭരണസമിതിയിൽ വനിതയ്ക്ക് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അവർ വേറെ എവിടെയാണ് സമീപിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം കൂടിയില്ലേ? വനിതയ്ക്ക് മാത്രമല്ലല്ലോ നീതി കിട്ടാത്തത്, പുരുഷന്മാർക്കൂടെ നീതിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MLA രമേശ് പിഷാരടിക്ക് സംഭവിച്ചത്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ തന്നെ നമ്മളോട് വരുമ്പോൾ ചോദിക്കുക, റെക്കോർഡാണ്, നമ്മുടെ അനുവാദം ചോദിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യണത് അല്ലേ? അല്ലാതെ നമ്മുടെ അനുവാദമില്ലാതെ ഇത് കേസാക്കാം. എന്തുകൊണ്ടാണ് MLA, അദ്ദേഹം ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് അത് പുറത്തു വിടുന്നത് എന്ത് ന്യായമാണ്? ഇപ്പം അവിടെ വനിതകളായാലും പുരുഷനായാലും നാളെ ഈ പ്രസിഡൻ്റ് അടുത്ത് ആർക്കെങ്കിലും ഒരു സങ്കടം വന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് റെക്കോർഡാക്കിയിട്ട് ലോകം മുഴുവൻ കേൾപ്പിക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? അങ്ങനെ ഒരു പ്രസിഡൻറ്റിന് നമുക്ക് എന്തിനാണ്? അത് ഏത് സംഘടനയിലായാലും ഏത് ഓർഗനൈസേഷനിലായാലും ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പല സങ്കടങ്ങളും പറയും, ചിലപ്പോൾ ആ ഇമോഷണൽ പല കാര്യങ്ങളും പറയും, ചിലപ്പോൾ സൗഹൃദത്തിൽ പല തമാശകളും പറയും. അതിനെ യൂസ് ചെയ്യുന്നത് എന്തൊരു മോശപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ന്യൂസ് ചാനലിന് അയച്ചു കൊടുക്കുന്നു. ന്യൂസ് ചാനലിലെങ്കിലും ഒരു ഇത് വേണ്ടേ? അവർക്ക് ഇന്ന് വാർത്തയാണ് വേണ്ടത്. രണ്ട് മുട്ടനാടുകൾ അടിയുണ്ടാക്കുമ്പോൾ രക്തം ഊറ്റിക്കുടിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ചുറ്റിനുള്ളത് ഈ കാലഘട്ടത്തിൽ. അത് വളരെ മോശമാണ്. അപ്പോൾ ഇവിടെ പെണ്ണുങ്ങൾക്കും നീതി കിട്ടുന്നില്ല, ആണുങ്ങൾക്കും നീതി കിട്ടുന്നില്ല. ഇതേപോലൊരു വ്യക്തിക്ക്
വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇന്നസെൻ്റ് അങ്കിൾ എന്ന് പ്രസിഡൻ്റായിട്ട് ഇരുന്നപ്പോൾ അതെത്ര മനോഹരമായിട്ടാണ് ഇന്നസെൻ്റ് അങ്കിൾ ഹാൻഡിൽ ചെയ്തത്. അതാണ് ഇന്ന് ഇന്നസെൻ്റ് അങ്കിൾ മുകളിലിരുന്ന് ആലോചിക്കുമായിരിക്കും, ഞാൻ കൊണ്ടുവന്ന് വളർത്തി ഇത്ര കഷ്ടപ്പെട്ട ഒരു സംഘടന ഇത്രയും ജനത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് മോശമായിട്ട് പറയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, തെരുവിലേക്ക് വലിച്ചഴിച്ചാണ്. തെരുവിലേക്ക് ആരാണ് ആദ്യം വലിച്ചഴിച്ചത്? ഈ പറയുന്ന പ്രസിഡൻ്റ് അല്ലേ. സെക്രട്ടറി അവിടുത്തെ ഒരു സ്റ്റാഫിനെ പുറത്താക്കുന്നു. പിറ്റേ ദിവസം വന്ന് ആദ്യമായിട്ട് അവരെല്ലാം മീഡിയയുടെ മുന്നിൽ വന്നു, ഞാൻ സ്റ്റാഫിനെ എടുക്കുന്നു, ഞങ്ങളുടെ ട്രഷറിനെ 3 മാസത്തിലേക്ക് അവധിക്ക് പോകാൻ പറയുന്നു. ഈ പ്രശ്നങ്ങൾക്ക് കാരണം ശ്വേതാ മേനോനും അതോടൊപ്പം ലക്ഷ്മിപ്രിയയും അടങ്ങുന്ന ആ ഒരു ഭരണസമിതിയുടെ കൃത്യവിലോപമാണ് എന്നുള്ളതാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായും. കാരണം അവിടെ ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം. ശ്വേത ചേച്ചിയുടെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ടല്ലോ. ആ ബിഗ് ബോസിൽ അവർ വിജയിച്ചോ? അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയല്ലേ ചെയ്തത്. അന്ന് അതിൻ്റെ മെയിൻ ആൾ തന്നെ വന്ന് ചോദിച്ചു, എന്തിനാണ് സ്വന്തം കുഞ്ഞിനെ കൊണ്ട് കള്ളാണയിട്ടത്, എന്തിന്? അത് അവിടെ പറഞ്ഞില്ലേ? അന്ന് നമുക്കിത് വാർത്താ പ്രാധാന്യം വന്നാണ്. അപ്പം അതേപോലെ തന്നെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റും കുക്കു പരമേശ്വരൻ എന്ന സെക്രട്ടറിയും തമ്മിൽ തുടങ്ങിയ ഈഗോയാണ് അവിടെ അടിയുണ്ടാവണം. കാരണം 2 ശത്രുക്കളുടെ ശത്രുവിനെ മിത്രമാക്കിയെടുത്തു. അതാണ് അവിടെ ഉണ്ടായത്. ഈ 2 പേരും ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം തീർക്കേണ്ട പ്രശ്നങ്ങളാണ്. അതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെയും അൻസിബയെയും വളരെ മോശമായിട്ട് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് പ്രസിഡന്റ് അവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല, ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയില്ല? അതേപോലെ തന്നെ ടിനി ടോം എന്ന് പറഞ്ഞ ടിനി ചേട്ടൻ അൻസിബയെയും നീന ചേച്ചി ഇത്രയും മോശമായ അശ്ലീല പദങ്ങളും വാക്കുകളും പ്രയോഗിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന് പറയുന്ന പ്രസിഡന്റ്, അവർ വുമൺ കാർഡ് ഇറക്കുകയാണല്ലോ, ആ വുമൺ എന്തുകൊണ്ടാണ് ആ 2 സ്ത്രീകളെ ചേർത്ത് പിടിക്കാതെ ആ അശ്ലീലം പറഞ്ഞ 2 പേരെ ചേർത്ത് പിടിച്ച് എന്തിനാണ്? അവിടം തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. പക്ഷേ ഇപ്പം എന്താണ്, അവർ 2 പുറത്തു പോയില്ലേ? മല്ലിക ആൻറ്റി തന്നെ ശ്വേത ചേച്ചിക്ക് വേണ്ടിയാണ് അംഗത്വം രാജിവെച്ചത്. ആണോ? അംഗത്വം രാജിവെച്ചത്. എന്നിട്ട് ശ്വേത ചേച്ചി നാഷണൽ ചാനലിൻ്റെ മുന്നിൽ വരെ പറഞ്ഞു, ഞാൻ അമ്മ അംഗത്വം രാജിവെച്ചു എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് അവർ ലെറ്റർ കൊടുത്തു. പറച്ചിലല്ല. ഒരാളുടെ തെറ്റായ തീരുമാനമായാലും ശരിയായ തീരുമാനം നിലപാടിൽ നിൽക്കുക. ഇപ്പം എന്താണ്, മല്ലിക ആൻറ്റി ആരായി? അവരുടെ കൂടെ നിന്നതല്ലേ. അപ്പോൾ കൂടെ നിന്നവരൊക്കെ അവർ ചവിട്ടി പുറത്താക്കുകയാണ്. ഇപ്പം എവിടെ ലക്ഷ്മിപ്രിയ എവിടെ പോയി? ടിനി ടോം എവിടെ പോയി? അവരെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ട് അവരെ 2 പേരും ഇപ്പം കാണാൻ പോലുമില്ല. ഇന്നലെ ഏതോ ഒരു പോസ്റ്റ് കണ്ടു, ടിനി ടോമിനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന്. താരസംഘടനയിലെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ എന്തുകൊണ്ട് മുതിർന്ന താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ നടത്തുന്നില്ല എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഈ 2 താരങ്ങളുടെയും ഭാഗത്തു നിന്ന് വരാത്തത്? കൂടുതൽ താരങ്ങൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നാറൂന്നറിയാം. കാരണം ഇവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ റെക്കോർഡ് ചെയ്യല്ലേ. റെക്കോർഡ് ചെയ്തിട്ട് അവർക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരെടുത്തിട്ട് അവരത് പുറത്തു വിടും അല്ലേ. ഇപ്പം നിങ്ങളായാലും നിങ്ങളൊരു പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്തിട്ട് അത് പുറത്ത് വിടുമ്പം നിങ്ങൾക്ക് നാറോ ഇല്ലയോ? നാറും. പിന്നെ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞു തന്നു അന്ന്. എന്താണ് സംഘടന അല്ലെങ്കിൽ അന്ന് ജനറൽ ബോഡി എടുക്കുന്ന തീരുമാനം, അവരുടെ കൂടെയാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു മൈക്കിൻ്റെ മുന്നിൽ. ഇതിനിങ്ങനെ നമ്മളെല്ലാം ഒന്ന് ചേർന്ന് പോകണം. വളരെ വേദനകരമാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ വളരെ വേദനയാവും. കാരണം ഇതിനു മുന്നേ അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ആ കമ്മിറ്റിയിൽ എത്ര പേര് നിന്നു? അന്നും അദ്ദേഹം ഇതേപോലെ അദ്ദേഹം രാജിവെച്ചപ്പോൾ എത്ര പേര് അവിടെ രാജിവെച്ചു? അന്ന് അതിലുണ്ടായിരുന്ന കമ്മിറ്റിയിൽ സരയു മോഹൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റുണ്ട്. അവർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞു, ലാലേട്ടൻ രാജിവെക്കണമെങ്കിൽ വെക്കട്ടെ, ഞങ്ങളെന്തിനു രാജിവെക്കണം? സരയു മോഹൻ പറഞ്ഞു. ഇതേ സരയു മോഹൻ തന്നെയാണ് ശ്വേതാ മേനോൻ്റെ അടുത്തും പറഞ്ഞോ ഇല്ലേന്ന് എന്തുറപ്പുണ്ട്? കാരണം ഏറ്റവും സൈലൻറ്റ് കില്ലർ പോയിസനാണ് സരയു മോഹൻ. അത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. സരയു മോഹൻ്റെ ഹസ്ബൻഡിനാണ് അന്ന് കുടുംബസംഗമം തുടങ്ങിയ സമയത്ത് 2.5 ലക്ഷം രൂപയുടെ ഒരിത് കൊടുത്തത്. അത് ഞങ്ങളൊക്കെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഞാൻ അയച്ചൊരു മെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കിട്ടിയത്?
അപ്പോൾ എൻ്റെ സംഘടനയെക്കുറിച്ച് എനിക്ക് എന്ത് വിശ്വാസമാണുള്ളത്? ഞാൻ സംഘടനയിൽ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസർ സംഘടനയിൽ ഞാൻ അയച്ചൊരു മെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ചാനലിന് കിട്ടിയത്? എങ്ങനെയാണ് അവിടെ നടക്കുന്ന എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പല കാര്യങ്ങൾ അവർ വീടുകളിൽ എത്തുന്ന മുമ്പ് ഒരു ഓൺലൈൻ ചാനൽ എങ്ങനെയാണ് അറിയുന്നത്? അപ്പം ഇത് ജനത്തിൻ്റെ മുന്നിലേക്ക്, കാരണം പുറത്തുള്ള ആൾക്കാരും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അകത്ത് പറയേണ്ട കാര്യങ്ങൾ എന്തിനാണ് ഇവർ ഒരു ഓൺലൈൻ ചാനൽ വഴിയും മറ്റുള്ളവരെ കൊണ്ട് ഇവർ പറയിപ്പിച്ചത്? അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കുടുംബസംഗമം എന്ന് പറഞ്ഞ് ഇതിൽ ഒരുപാട് അമ്മമാരുണ്ട്. ഒരു മരുന്ന് വാങ്ങാൻ, ഒരു നേരത്തെ ആഹാരം വാങ്ങാൻ, അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസിന് അത് ഉണ്ടാക്കിയെടുത്ത ഇന്നസെൻ്റ് അങ്കിൾ എന്ന് പറഞ്ഞ പ്രസിഡൻറ്റും ഇടവേള ബാബുച്ചേട്ടൻ, ലാലേട്ടൻ, മമ്മൂക്ക ഒരു ഗ്രൂപ്പ് അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചനായാലും ആരായാലും, പൃഥ്വിരാജായാലും ആരായാലും, ആ പ്രയത്നിച്ചവരുടെ ഒരു പ്രയത്നമൊക്കെ ഇന്ന് എവിടെ പോയി? ഞാനും മാലാപാർവതിയും അവരെ അശ്ലീലം പറഞ്ഞു എന്ന്. അവരവിടെ അശ്ലീലം പറയാൻ കാരണം വനിതാ കാർഡ്, വുമൺ കാർഡ് ഉപയോഗിക്കില്ലേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അവർ വേണമെങ്കിൽ ആ വീഡിയോ ഓഡിയോ അവരുടെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു, അവർ കൊണ്ടുവരട്ടെ. പിന്നെ കണക്ക് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഈ പറഞ്ഞു തന്നെയാണ് അശ്ലീലമെങ്കിൽ ഇന്ത്യൻ പൗരന് ഒരു കാര്യം എന്ന് പറഞ്ഞാലും അത് അശ്ലീലമാവോ? അതെനിക്ക് ചോദിക്കേണ്ടത്. അവരെന്തൊക്കെ അശ്ലീല പദങ്ങളാണ് പറയുന്നത്? ആ കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു അവരേറ്റവും കൂടുതൽ അശ്ലീല പദം അവർ യൂസ് ചെയ്യാറുണ്ടെന്ന്. അതിലൊരു നടൻ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചെന്നവരെ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ശബ്ദ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയെ, ഒരു MLA ശ്വേതാ മേനോൻ അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശരിയായ പ്രവണതയാണോ? ഒരിക്കലുമില്ല. ഞാനൊക്കെ രമേശ് പിഷാരടി എന്ന് പറഞ്ഞ MLA കൂടെയാണ്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒരു MLA ആണ്. പാലക്കാട് നിന്ന് ജനപ്രതിയായിട്ട് നല്ല വോട്ടോടെ ജയിച്ച ഒരാൾ തന്നെയാണ്. അപ്പോൾ ആർക്കൊക്കെയോ അതിലൊരു അസഹിഷ്ണുത തോന്നുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നിത്തുടങ്ങി. അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചതിനെ അത് റെക്കോർഡ് ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയായിരിക്കും. അതിട്ട് ആൾക്കാരെയും കുറിച്ച് ഞാൻ പറയുകയാണ്. അതുമാത്രമല്ല, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ, നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ എന്തൊക്കെ സംസാരിക്കും അല്ലേ? അതൊക്കെ പിഷു പിഷു എന്നാണ് വിളിക്കുന്നത്. അത് വല്ലാത്തൊരു പിഷു വിളിയായിപ്പോയി. കാരണം ഒരു MLA ആണ്. ഒന്നെങ്കിൽ പ്രോട്ടോകോൾ നിയമം അനുസരിച്ച് MLA എന്ന് വിളിക്കാം, സർ എന്ന് വിളിക്കാം. ഇതുപോലും വിളിക്കാതെ അദ്ദേഹം അതുപോലും പറയാതെ ശ്വേത ചേച്ചിയോട് പിഷു എന്ന് വിളിച്ചപ്പോൾ തിരുത്താൻ പോയില്ല. അവിടെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ നിർത്തണം. നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമുക്കത് തിരിച്ചടിയാം. വളരെ മോശമാണ്. ഈ അഡ്ഹോ കമ്മിറ്റി വരുന്നതിലൂടെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ചില താരങ്ങൾക്കാണെങ്കിൽ പോലുമൊക്കെ ഉണ്ട്. അങ്ങ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇനി ഈ സിനിമാ സംഘടനയെ നന്നാക്കാൻ ആര് വന്നു കഴിഞ്ഞാൽ ശരിയാകും? കാരണം ഇതെന്തൊക്കെ നടക്കണമെന്ന് നമുക്ക് പോലും അറിയുന്നില്ല. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ യൂത്ത്, ഇപ്പോൾ യൂത്ത് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയാണ് ദാൻ ശ്രീനിവാസൻ. കാരണം ഇന്നസെൻ്റ് പോലെ നല്ല ബുദ്ധിയായിട്ട് സംസാരിക്കാൻ അറിയുന്നതാണ് ദാൻ വരണം. ദാൻ മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇടവേള ബാബുച്ചേട്ടൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷെ അതിൻ്റെ പിറകിൽ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ നല്ലൊരു ബുദ്ധി ഉണ്ടായിരുന്നു. ഇടവേള ബാബുച്ചേട്ടൻ്റെ നല്ല പ്രയത്നവും ഉണ്ടായിരുന്നു. മമ്മൂക്ക, ലാലേട്ടൻ, അതേപോലെയുള്ള പല നടന്മാരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇവിടെ ഇത്രയും പേരുണ്ടായിട്ട് അവർക്ക് പറ്റിയില്ല. അപ്പം ഞാൻ പറയണേ ഇനി യൂത്ത് വരട്ടെ. ഇവർ വേണ്ട, പക്ഷെ അവർ ഇനിയും മത്സരിക്കുമെന്നാണ് പറയുന്നത്. മത്സരിച്ചാൽ ജയിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തിനാണ്? കാരണം ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഭൂരിഭാഗം പേർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെന്തിനാണ് പിന്നെ വന്നിരിക്കുന്നത്? ജഗദീഷ് ഏട്ടൻ അമ്മയുടെ പ്രസിഡന്റ് ആകണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ജഗദീഷ് ഏട്ടൻ, എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്. അന്ന് ജഗദീഷ് ഏട്ടനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇലക്ഷന് ജഗദീഷ് ഏട്ടൻ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്നാണ് ജഗദീഷ് ഏട്ടൻ പ്രസിഡന്റ് നോമിനേഷന് പിൻവലിക്കുന്നു. എനിക്കിന്നൊരു ഡൗട്ടുണ്ട്, അതിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കളിയുണ്ടോ എന്ന്. അതേപോലെ തന്നെ ഇലക്ഷൻ്റെ തൊട്ട് ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് എല്ലാ ഓൺലൈൻ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു. അത് ഇവർ ചിത്രീകരിച്ച കഥാപാത്രമാണ്. 2 മാസമായിട്ട് എനിക്കൊരു വളരെ ഡൗട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അന്ന് അവരും അവരുടെ ഹസ്ബൻഡും പറഞ്ഞു ഞങ്ങൾ അയാളുടെ പേരിൽ 3 കോടി രൂപയുടെ ഒരു കോടതി കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ ജയിച്ച ശേഷം ഈ മാർട്ടിൻ എവിടെ പോയി? കേസ് എവിടെ പോയി? ഇവിടെയൊക്കെ നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ എന്തൊക്കെ അജണ്ടകൾ ഒപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഥാനത്ത് വന്നതെന്ന് തോന്നുന്നു.
എനിക്ക് തോന്നി ഇവർ രാജിവെച്ച് പുറത്ത് പോയി ഞാനിനി ഇല്ല അങ്ങനത്തെ ഇല്ല എന്നുള്ള ഒരു ഇമോഷണൽ ഒരു പക്വതയില്ലായ്മയാണ് അവിടെ കാണിച്ചത്. ഉടനെ പുറത്ത് പോയ ആൾ ഇവർ അഡോർ കമ്മിറ്റിയുടെ ആൾക്കാർ ഇവരുടെ അടുത്ത് രാജിക്കത്ത് ആവശ്യപ്പെടുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല. പെട്ടെന്ന് ഇവർ കയറി വരുന്നു. എനിക്ക് തോന്നുന്നു, എൻ്റെ ഡൗട്ടാണ്, ഇതെൻ്റെ അഭിപ്രായമാണ്, ഇത് വെച്ചിട്ട് ആരും പറയല്ലേ, ഇവരാരുടെ എന്തെങ്കിലും ഇത് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അവർ ചിലപ്പോൾ പറഞ്ഞു കാണും, ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ വാഗ്ദാനം തന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് കയറി രാജിവെച്ച് പോകുമ്പം എങ്ങനെ നടപ്പിലാക്കും. ചിലപ്പോൾ അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നതെങ്കിലോ. കാരണം ഇപ്പം ഞാൻ തന്നെ, എൻ്റെ അച്ഛൻ കോൺഗ്രസ്സാണ്, അതിൽ പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇന്ദിരാ കോൺഗ്രസ്സാണ്, അതെല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛൻ KS വിശ്വനാഥൻ നായർ. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യും. ശ്വേത മേനോന് വേണ്ടി BJP നേതാക്കൾ ഘോരം വാദിക്കുകയാണ്. അപ്പോൾ അവർ മോദി ഭക്തയാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഓരോ വ്യക്തികൾക്കും ഏത് പാർട്ടിയും ഏത് മതത്തിനെ സ്നേഹിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ താരസംഘടനയിൽ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ശരിയാകുമോ, അത് നന്നാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം അതൊരു ഓർഗനൈസേഷനാണ്. ഏതൊരു ഓർഗനൈസേഷനും ഇതൊരു പാർട്ടിയുടെ സംഘടനയല്ല. പാർട്ടി സംഘടനയിൽ ഇരിക്കട്ടെ, എന്തിനാണ് ആ പാർട്ടിക്കാർ, അവരാരും അമ്മയിലെ അംഗങ്ങളല്ല. അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ പോയി ഇടപെടാറുമില്ല, അല്ലേ? അതിൽ ചിലപ്പം നടന്മാരോ നടികളൊക്കെ അവരുടെ മെമ്പർഷിപ്പ് എടുത്ത് കാണും, അത് അവരുമായിട്ട് സംസാരിക്കട്ടെ. ഈ ഓർഗനൈസേഷനിലെ അംഗങ്ങളല്ലാത്ത പാർട്ടിക്കാരെന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത്? ഞങ്ങൾക്ക് തീർക്കാമല്ലോ. ഇപ്പോൾ ഒരു CPM-ൻ്റെ നേതാവ് മമ്മൂക്കയായാലും ഇന്നസെൻ്റ് അങ്കിളായാലും CPM-ൽ അവർക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഏതെങ്കിലും നേതാക്കൾ വന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് കേരളത്തിലെ 2-3 നേതാക്കന്മാർ വന്ന് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുമ്പം എല്ലാവർക്കും ഡൗട്ടാണ് വരുന്നത്. കാരണം ദൈവത്തെ ഓർത്ത് അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഒരുപാട് വയസ്സായ ആൾക്കാർക്ക് എന്താ പറയണത്, കൈനീട്ടം അല്ലെങ്കിൽ അവർക്ക് മരുന്ന്, ഇൻഷുറൻസ് കിട്ടുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വയസ്സായവർക്ക് അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക്. നമുക്കറിയാം TP മാധവൻ അങ്കിൾ മരിച്ചത് എവിടെ കിടന്നാണെന്ന്, അല്ലേ? അപ്പം അത്രയും വലിയ കലാകാരന്മാർ, വളരെ സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്, അത്രയും വലിയ കലാകാരന്മാർ ഒരു എന്താ പറയുക, ഞാൻ അത്ര ഇമോഷണൽ ആവുന്നതല്ല, ഒരു ഗാന്ധി ഭവൻ അല്ലെങ്കിൽ അനാഥാലയത്തിൽ മരിക്കുമ്പം ഞങ്ങളുടെയൊക്കെ ലാലേട്ടൻ്റെ ഒക്കെ വലിയൊരു സ്വപ്നമാണ്. ഞങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന ഗവൺമെൻറ് നമുക്ക് സ്ഥലം എന്ന് തരാൻ പറഞ്ഞിട്ട് പോലും അതിന് മുൻകൈ എടുക്കാൻ ഇവർ വരുമ്പോഴെങ്കിലും അത് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾക്കൊരു അമ്മ എന്നൊരു വീട് വരുമ്പോൾ ആരുമില്ലാത്തവർക്ക് അല്ലെങ്കിൽ മക്കൾ നോക്കാനില്ലാത്ത കലാകാരന്മാർക്ക് ഒരു വീട് ഞങ്ങളുടെ സ്വപ്നമാണ്. സത്യമാണ്. മനുഷ്യന് എന്താണ് നാളെ സംഭവിക്കണമെന്ന് അറിയില്ല. ഈ പാവമൊക്കെ ഇവരെവിടെ കൊണ്ട് വെക്കും? എവിടെ കൊണ്ടാണ് വെക്കാൻ പോകുന്നത്? ഞാൻ ഇത്ര ഇമോഷണൽ ആവുന്ന ഒരാളല്ല. കാരണം പലവരുടെയും കണ്ണുനീര് കാണുകയാണ്. പക്ഷെ അവരൊക്കെ നിസ്സഹാവസ്ഥയാണ്. അവർക്കൊന്നും ഇവരെ എന്താ പറയുന്നത്, ഇവരുടെ അടുത്ത് പോരാടാനുള്ളൊരു കരുത്തില്ല. അവർക്ക് അവരുടെ ഫാമിലി സമ്മതിക്കില്ല, മക്കൾ സമ്മതിക്കില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് നിന്ന് എന്ത് ചെയ്യാൻ? കാരണം ഇത് ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ നിന്ന് നന്നായി ചരട് വലിക്കുന്നുണ്ട്. ഈ ദൈവത്തെ ഓർത്ത് ഞാൻ സമൂഹത്തിൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ സത്യം അറിയാതെയാണ് നിങ്ങൾ ഇതിലെ പലരെ വലിച്ചു കീറുന്നത്. സത്യം അറിയുന്നില്ല, സത്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതറിയാളൂ. നടൻ ദിലീപ് അമ്മ സംഘടനയിലേക്ക് മടങ്ങി വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്? അല്ല, ദിലീപേട്ടൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് അന്ന് ബാബുരാജ് ചേട്ടനൊക്കെ ഇരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതായിരുന്നു. കാരണം ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി ആദ്യം ഫണ്ട് ഉണ്ടാക്കാൻ ആരും സിനിമ എടുക്കാൻ ഇല്ലാത്ത സമയത്ത് അമ്മ സംഘടന ഒരു കുറച്ച് കാശ് ഇത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിനിമയ്ക്ക് ആലോചിച്ചപ്പോൾ അന്ന് ദിലീപേട്ടൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അന്ന് അദ്ദേഹം കൊടുത്ത ആ രൂപ മാത്രമല്ല, 1 കോടി രൂപയാണ് ആൾ ഫണ്ടിലിട്ടത്. അത് കഴിഞ്ഞ ശേഷം ലാഭം കിട്ടിയപ്പം 50 ലക്ഷം രൂപ എക്സ്ട്രാ ഇട്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണീരാണ് അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളതാണോ അങ്ങ് പറയുന്നത്? അന്ന് എനിക്ക് തോന്നിയിരുന്നു അതൊക്കെ ആയിരിക്കാം പ്രശ്നമെന്ന്. പക്ഷെ അത് അത് എൻ്റെ അഭിപ്രായമാണ്, അത് വേറെ ആരെയും അടിച്ചേൽപ്പിക്കാനില്ല. പക്ഷെ ദിലീപേട്ടൻ വരില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വേദനിച്ച് ഷമ്മിച്ചേട്ടൻ എന്തിനാണ് അവിടെ നിന്ന് പുറത്താക്കിയത്? ഷമ്മി തിലകനെ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പം നമ്മളെ വീട്ടിൽ നിന്ന് ആ വ്യക്തിയെ പുറത്താണ് ആക്കുന്നത്, അല്ലല്ലോ.
എന്തിനാണ് ഷമ്മിച്ചേട്ടനെ പുറത്താക്കിയത്? അങ്ങനെ സുമാരൻ അങ്കിൾ എത്ര പേരെയാണ് പുറത്താക്കിയിട്ടുള്ളത്? എന്തിനായിരുന്നു? പക്ഷെ അവരാരും പുറത്ത് വന്നിട്ട് ഇതേമാതിരി ഒരു ഷോ കാണിച്ചിട്ടില്ല, ആണോ? പക്ഷെ അന്നും അതിൻ്റെ അകത്ത് എല്ലാം തീർപ്പാക്കിയിരുന്നു, എല്ലാവരും ചേർത്ത് പിടിച്ചിരുന്നു. ഇന്നെന്താണ് നടക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ഒരു അജണ്ടയുണ്ട്, ഒരു പവർ ഗ്രൂപ്പ് നമ്മുടെ പ്രസിഡൻ്റെ ബാക്കിലുണ്ട്. അല്ലാതെ പ്രസിഡന്റ് ഇത്രയും വന്ന് നിൽക്കില്ല. ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഉറപ്പാണ്, താമസിക്കാതെ അത് അറിയാൻ പറ്റും. പവർ ഗ്രൂപ്പിനെതിരായിട്ടാണ് തൻ്റെ പോരാട്ടം എന്നുള്ളതാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതാരാണ് ഈ പവർ ഗ്രൂപ്പ്? സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ പെടുന്ന താരങ്ങൾ ആരായിരിക്കും? ഇല്ല, പവർ ഗ്രൂപ്പ് ഒന്നുമില്ല. അത് ശ്വേതാ മേനോൻ ഉണ്ടാക്കിയല്ലേ. ശ്വേതാ മേനോനാണ് പവർ ഗ്രൂപ്പിൻ്റെ ഹെഡെങ്കിലോ, ഹെഡ് വേറെ ആരെങ്കിലോ? പവർ ഗ്രൂപ്പ് ചരട് വലിക്കുന്ന ശ്വേതാ മേനോനാണെങ്കിലോ? അവർക്ക് പവർ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടല്ലേ, ഞങ്ങളാരും പറയുന്നില്ലല്ലോ, ഇവർ പറയാൻ തുടങ്ങിയപ്പോഴല്ലേ. കാരണം പവർ ഗ്രൂപ്പാണെങ്കിൽ അവരുടെ പിന്നിൽ ഇത്ര ആൾക്കാർ വരുമോ? സത്യമില്ല, നീതിയില്ലാത്ത അവരുടെ ബാക്കിൽ ഇത്ര ആൾക്കാർ വരുമോ? ഞാൻ രാജിവെക്കുന്നു, ഞാൻ അങ്ങനത്തെ രാജിവെക്കുന്നു, തെറ്റായാലും ശരിയായാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത എന്താണ്? ആ ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തി പറയണത് എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഈ കാലഘട്ടത്തിൽ? കാരണം മാറി 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 കാര്യങ്ങൾ പറയണം. ഇന്ന് പറയുന്നതല്ല നാളെ പറയണത്, നാളെ പറയുന്നതല്ല മറ്റന്നാളെ പറയുന്നത്. കൂടെ നിൽക്കുന്ന അടുത്ത് ചേർത്ത് നിർത്തിയ സുഹൃത്തുക്കളെ ഒറ്റുന്നു. അപ്പം ആരാണ് ഈ പവർ ഗ്രൂപ്പ്? അവരല്ലേ. അല്ലാതെ 4-5 പേര് ഇപ്പുറത്ത് നടക്കുന്നവരെ എങ്ങനെ പവർ ഗ്രൂപ്പ് എന്ന് പറയും? എങ്ങനെ പറയും? കാരണം ആരെയും എന്തും പറയാം. എൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ കുറേ പേരുണ്ടെന്ന ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ ഈ കളി കളിക്കുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ അങ്ങത്തെ രാജിവെച്ചു അല്ലേ? ശ്വേത ചേച്ചി അങ്ങത്തെ രാജിവെച്ചപ്പം ഇപ്പം വേറൊരാളാണ് ഈ അംഗത്വം ലക്ഷ്മിപ്രിയ രാജിവെച്ചിട്ടില്ല. ലക്ഷ്മിപ്രിയ ഇപ്പം എത്ര പോസ്റ്റായിട്ട് വന്നാണ്, എത്ര തെറിയായിട്ട് വന്നാണ്. എവിടെ പോയി ഇപ്പം ലക്ഷ്മിപ്രിയ? എവിടെ പോയി അല്ലേ? അപ്പം അൻസിബയ്ക്കെതിരെ ഇത്രയും മേച്ചളമായ ലക്ഷ്മിപ്രിയയെ കൊണ്ട് ആരാണ് സംസാരിപ്പിച്ചത്? എന്തിനാണ്? ഇവിടെ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ഭൂമിയിൽ ഒരു വ്യക്തി വരുമ്പം പിന്നെയാണ് മനുഷ്യൻ മതങ്ങളെ ആക്കുന്നത് അല്ലേ? അപ്പം മതം എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ സത്യമാണ്. അതിനെ മതത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എല്ലാവരും ഇട്ട് കളിക്കല്ലേ. തീർച്ചയായും വിവാദ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം നിലപാട് വിശദീകരിക്കുകയാണ് നടി മായ വിശ്വനാഥ്. പവർ ഗ്രൂപ്പിനെതിരായ പോരാട്ടം അത് തുടരും എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നീതിക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ് താൻ എന്നുള്ള കൃത്യമായിട്ടുള്ള പോയിന്റ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്. പത്മകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.